നിയമനിർമ്മാണ സഭയിലെ അംഗം കൂടിയായിട്ടുള്ള ഒരാളാണ് ഇത്ര മോശപ്പെട്ട രൂപത്തിൽ സ്ത്രീകളോട് പെരുമാറി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക കേരളത്തിനിത് അപമാനമാണ്. കാരണം ഇത് തുരുതുരായാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരടക്കം അവർക്കുണ്ടായിട്ടുള്ള വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന സമീപനം അവർ പുറത്തു പറയാൻ തയ്യാറായിരിക്കുന്നു. ആൻ ജോർജ് എന്ന മാധ്യമ പ്രവർത്തക തന്നെ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ മുമ്പാകെ വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. നമസ്കാരം. പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വിവാദമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് മഹിളാ അസോസിയേഷൻ ഭാരവാഹികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ബാനറിൽ തന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീ പീഡകൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധവുമായി നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ CS സുജാത ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം MLA വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ MLA സ്ഥാനം തുടർന്നു കൊണ്ടുപോകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കുട്ടികൾ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞ മാധ്യമപ്രവർത്തക തന്നെ, ആൻ ജോർജ് എന്ന മാധ്യമപ്രവർത്തക തന്നെ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ മുമ്പാകെ വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ സ്ഥാനം മാത്രം മതിയോ? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നാണ് വളരെ മോശമായിട്ടുള്ള സമീപനം സ്ത്രീകളുടെ നേരെ ഉണ്ടായിട്ടുള്ളത്. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. നിയമനിർമ്മാണ സഭയിലെ അംഗം കൂടിയായിട്ടുള്ള ഒരാളാണ് ഇത്ര മോശപ്പെട്ട രൂപത്തിൽ സ്ത്രീകളോട് പെരുമാറി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളുമെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം പുതിയ പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക കേരളത്തിനിത് അപമാനമാണ്. കാരണം ഇത് തുരുതുരായാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുമാണ് പുറത്തു വരുന്നത്. നമ്മുടെ നാടിന് അപമാനകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഇത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. കാരണം അവർക്ക് നേരിട്ടിട്ടുള്ള അനുഭവം, കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള സഹോദരിമാരടക്കം അവർക്കുണ്ടായിട്ടുള്ള വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള വിഷമിപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന സമീപനം അവർ പുറത്തു പറയാൻ തയ്യാറായിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതുകൊണ്ട് മാത്രം മതിയാവില്ല. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച പോലെ തീരുമാനമെടുക്കുന്ന വേദികളിലെ അംഗം കൂടിയായിട്ടുള്ള നിയമസഭാ സാമാജികൻ കൂടിയാണ് അയാൾ.
അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് രാജ്യത്തെ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള വളരെ കൃത്യമായുള്ള നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഈ രൂപത്തിൽ വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്നു, അശ്ലീല സന്ദേശം അയക്കുന്നു, അതുപോലെ തന്നെ മറ്റു തരത്തിൽ മോശപ്പെട്ട സമീപനം സ്വീകരിക്കുന്നു. ഇതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. രാജ്യത്തെ സഹോദരിമാർ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാടിൻ്റെ എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഈ രൂപത്തിലുള്ള പെട്ടെന്ന് തന്നെ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി അന്വേഷണം നടത്തി കുറ്റക്കാർ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ വരണമെന്ന് തന്നെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ രൂപത്തിലുള്ള പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുക, അതുകൂടാതെ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് CS സുജാത ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.